അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ സ്നേഹബന്ധങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ സ്നേഹബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വളരെ പവിത്രമായ ഒരു കാര്യമാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കണം. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എൻ്റെ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. അറബികൾ അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടിരുന്നവരായിരുന്നു. അവർ അങ്ങനെയൊരു സൽഗുണം അവരിൽ ഉണ്ടായിരുന്നു. എന്തേ? അതായത് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് തന്നെ അറബികള് അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിലായിരുന്നു. എങ്ങനെ? ഡാർഗേജ് എന്ന് പോലും എഴുതിത്തള്ളിയ ഇരുണ്ട യുഗമുണ്ടല്ലോ, ആ കാലഘട്ടത്തില്, അതായത് ഒരു ബോധവുമില്ലായിരുന്ന കുറെ കാട്ടറബികൾ ആയിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അവരിലുള്ള ഒരു നല്ലൊരു ഗുണമായിരുന്നു അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഡാർഗേജ് എന്ന് പോലും എഴുതിത്തള്ളിയ ഇരുണ്ട യുഗമുണ്ടല്ലോ, അതായത് പെൺകുട്ടികൾക്ക് മഹത്വമില്ലാതിരുന്ന ഒരു കാലഘട്ടം. അതായത് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അതായത് കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം. ഏതെങ്കിലും ഒരു പെണ്ണവിടെ ഗർഭിണിയായാൽ ഒരു കുഴി വെട്ടിയിട്ടിരിക്കും. എന്തിനാണെന്നറിയുമോ? ആ ഗർഭിണി പ്രസവിക്കുന്നതെങ്ങാനും ഒരു പെൺകുഞ്ഞിനെയാണെങ്കിൽ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയിട്ട്. അതേസമയം അതൊരു ആൺകുട്ടിയാണെങ്കിൽ ആ കുഴി തിരിച്ചു മൂടുകയും തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലും അതായത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതി, അതായത് ഒരു സംസ്കാരമില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലും അവരിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ഗുണമായിരുന്നു അതിഥികളെ സൽക്കരിക്കുന്ന ഒരു ഗുണം. കാരണം ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ, നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ, ഖുർആൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ഉണ്ടായിരുന്ന ഒരു സൽഗുണമായിരുന്നു അതിഥികളെ സൽക്കരിക്കലും ആദരിക്കലും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ ഹിറാ ഗുഹയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധ്യാനനിരന്തനായിരുന്ന പശ്ചാത്തലത്തിൽ ഇഖ്റാഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ആദ്യമായി ഈ ലോകത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ ഖുർആനുമായി കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ സന്ദർഭങ്ങള് നമുക്കിന്ന് ആ ചരിത്രം സുപരിചിതമാണ് സഹോദരങ്ങളെ. എന്നാൽ ഈ സംഭവം നടന്നതിന് ശേഷം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പേടി വന്നു, ഒരു ഭയം വരികയാണ്. ഈ വന്നു പോയത് എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള എന്തെങ്കിലുമാണോ, അതോ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും അനുഗ്രഹമാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഭയം വന്നിരുന്നു. അതുപോലെ തന്നെ അതെന്താണ്? ആദരമാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ പ്രിയ പത്നിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ടു മൂടൂ ഖദീജ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിഷയം മാറിപ്പോവുകയല്ല. ഇവിടെ അതിഥികളോടുള്ള മഹത്വമാണ് സൽക്കാരം. അതിഥികളോടുള്ള മഹത്വം അല്ലാഹുവിന്റെ റസൂൽ എത്രമാത്രമാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ, അതായത് അതിഥി സൽക്കാരത്തിന്റെ മഹത്വമാണ് പറയുന്നത്.
അതിഥികളോടുള്ള മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്, നാം മനസ്സിലാക്കണം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, എന്നെ പുതപ്പിട്ടു മൂടു ഖദീജ എന്ന് പറയുമ്പോ അവിടുന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിനെ ആശ്വസിപ്പിച്ച ചില വാക്കുകള് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയുമോ? അതിൽപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങൾ. ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം അതിഥികളോടുള്ള സൽക്കാരത്തിന്റെ മഹത്വം, അവരെ മാനിക്കുന്നതിന്റെ, അവരോട് ആദരവ് കാണിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. എന്തേ കേട്ടോളിൻ, ബുഖാരി പറഞ്ഞത്, മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാ, കല്ലാ അബ്ശിർ, അങ്ങ് സന്തോഷിക്കൂ നബിയേ, ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം നബിയേ, ലാ യുഖ്സീക അല്ലാഹു അബദാ, അല്ലാഹു അങ്ങേ ഒരിക്കലും കൈവിടില്ല നബിയേ, അങ്ങേ ഒരിക്കലും അല്ലാഹു നിന്ദിക്കില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ യാ റസൂലല്ലാഹ് നബിയേ, ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളല്ലയോ നബിയേ, വതസ്ദഖുൽ ഹദീസ്, അങ്ങയുടെ നാവിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും വരൂലല്ലോ നബിയേ, അങ്ങ് സത്യം മാത്രം പറയുന്ന ഒരാളല്ലേ യാ റസൂലല്ലാഹ്. എന്നിട്ട് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാ മുഅ്മിനീങ്ങളെ. وتحمل القلاها وتقري الضيف وتعين على نواعب الحق. അതായത് അങ്ങ് സത്യം മാത്രം പറയുകയും കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുകയും അതിഥികളെ മാനിക്കുകയും ഇല്ലാത്തവന് വേണ്ടി സമ്പാദിക്കുകയും അവകാശം നഷ്ടപ്പെട്ടവരെ സഹായിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന നബിയേ, അങ്ങയെ അല്ലാഹു ഒരിക്കലും ഉണ്ടല്ലോ കൈവിടൂല നബിയേ, അങ്ങയെ ഒരിക്കലും അല്ലാഹു നിന്ദിക്കൂല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാ. ഇവിടെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കണം, അങ്ങക്ക് വന്നത് പൈശാചികമായിട്ടുള്ളതൊന്നുമല്ല, അങ്ങക്ക് വന്നത് ദൈവീകമായ അനുഗ്രഹം തന്നെയാണ്. കാരണം ഇത്രയൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്ന നബിയെ അങ്ങക്ക് എങ്ങനെയാണ് മോശപ്പെട്ട ഒരു സംഭവം വരുന്നത്? പൈശാചികമായിട്ടൊന്നും വരത്തില്ല. അങ്ങക്ക് വന്നിരിക്കുന്നതെല്ലാം ദൈവീകമായ അനുഗ്രഹം തന്നെയാണ്. ആ ആശ്വസിപ്പിച്ച വാക്കിലുണ്ട് അതിഥികളുടെ മഹത്വം. എന്തേ? അതായത് അതിഥികളെ സൽക്കരിക്കുന്നതും മാനിക്കുന്നതുമാണല്ലോ നബി അങ്ങ്. അത് അങ്ങയുടെ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമല്ലേ? ഇത്രയൊക്കെ നല്ല സ്വഭാവത്തിന്റെ ഉടമയായ അങ്ങക്ക് എങ്ങനെയാണ് ഒരു പൈശാചികമായ ഒരു ഉപദ്രവം വരുന്നത്? ഒരിക്കലുമല്ല നബിയെ എന്ന് പറഞ്ഞ് നബി തങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ ഇവിടെയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഏത് പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട അതിഥികളോടുള്ള മഹത്വമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിന്റെ റസൂൽ അതിഥികളെ മാനിക്കുമായിരുന്നു, സ്നേഹിക്കുന്നവരായിരുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലും സന്തോഷം കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ പ്രവാചകന്റെ ഉമ്മത്തീങ്ങളായ നമ്മളും അതിഥികളെ മാനിക്കുന്നവരാകണം, ആദരിക്കുന്നവരാകണം മുഅ്മിനീങ്ങളെ. അത് ജാതി മതഭേദമന്യേ നാം മനസ്സിലാക്കണം.
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് തന്റെ ഭവനത്തിലേക്ക് അതിഥികളായി എത്തുന്നവരെ ആദരിക്കലും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും അവരെ സന്തോഷിപ്പിക്കലും അത് ജാതി മതഭേദമന്യേ ആര് അത് ക്രൈസ്തവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ശരി, ആരാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി, നിന്റെ ഭവനത്തിലേക്ക് ആരെങ്കിലും ഒരാൾ അതിഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കൽ നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ആ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിഥികളെ മാനിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കേട്ടോളിൻ ഹദീസ്. عن أبي هريرة رضي الله عنه قال മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതൊരുവനാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫൽയുഖ്രിം ളൈഫഹു, അവൻ തന്റെ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? നീ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് ആര് പറഞ്ഞു? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ അതിഥികളെ സൽക്കരിക്കുന്ന അത് ജാതി മതഭേദമന്യ എത്ര വലിയ സമ്പന്നനാണെങ്കിലും നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിനക്ക് അവർക്ക് ചെയ്തു കൊടുക്കൽ ഒരു കടമയുണ്ട്, ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ട്. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തേ? ആ അതിഥികളെ ആദരിക്കാത്തവൻ മുസ്ലിമല്ല, ആ അതിഥികളെ ആദരിക്കാത്തവൻ അവൻ മുസ്ലിമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കൽ എന്താണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതിൽ വിശ്വാസമില്ലെങ്കിൽ അവൻ കാഫിറല്ലേ സഹോദരങ്ങളെ? ഇസ്ലാമിന്റെ പുറത്തു പോയില്ലേ? അവൻ നിഷേധിച്ചവനായില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കണം. എന്തേ? അതിഥികളെ മാനിക്കാത്തവൻ ആരാണ്? അവൻ കാഫിർ തന്നെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് ജാതി മതഭേദമന്യ ആര് നിന്റെ മുമ്പിലേക്ക് വന്നാലും, അത് ക്രൈസ്തവൻ വന്നാലും ഹൈന്ദവൻ വന്നാലും മുസ്ലിം വന്നാലും, നീ അവരോട് മാന്യമായ രീതിയിൽ പെരുമാറാത്ത പക്ഷം നീ നിഷേധിയാണ്, കാഫിറാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തില് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വരുന്ന ആലിമീങ്ങൾ, പരിശുദ്ധമായ ദീനി പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരുന്ന ആലിമീങ്ങളുണ്ടല്ലോ, അവരും ആ നാട്ടിലെ അതിഥികളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അവരോടും നല്ല രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ ആരാണ്? അവരും കാഫിറാണ്, നിഷേധിയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ചിന്തിക്കണം സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിലെ ഇന്നത്തെ പള്ളി കമ്മിറ്റിക്കാര് ഒക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളൊക്കെ ഉസ്താദുമാരെ കല്യാണത്തിന് വേണ്ടി വിളിച്ചോണ്ട് പോകും, എന്നിട്ട് നിക്കാഹൊക്കെ ഉസ്താദ് നടത്തി കൊടുക്കും, ദുആയും ചെയ്യും, എല്ലാം ചെയ്യും. ആ ഉസ്താദിനെ ഒന്ന് സന്തോഷിപ്പിച്ചു വിടാൻ ചിലപ്പോ ആ വീട്ടുകാർക്ക് പാടാ ഭയങ്കര. എന്തേ? ഒരു പിന്നീട് കാര്യം കഴിയുമ്പോ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കും ഉസ്താദ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പലർക്കും.
അതിഥികളെ മാനിക്കാത്ത പക്ഷം എന്താണ് സഹോദരങ്ങൾ? അവൻ കാഫിറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇന്ന് പരിശുദ്ധ കാരണം എന്തേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ വന്നപ്പോഴും സഹോദരങ്ങളെ അവിടെയും ദീനി പ്രബോധനമല്ലേ അല്ലാഹുവിന്റെ റസൂൽ നടത്താൻ വന്നത്. അപ്പോൾ ആരാ സഹോദരങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ അതിഥിയായിരുന്നു. ആ അതിഥികളെ, ആ പ്രവാചകനെയും സഹാബത്തും അതിഥികളായി വന്നപ്പോൾ അവരെ ആ മുഹാജിറുകളായി അൻസാറുകളായ സഹാബാക്കൾ സ്വീകരിച്ചില്ലേ സഹോദരങ്ങളെ? ചെറിയ സ്വീകരണമാണോ നൽകിയത്? ഇന്നത്തെ കാലത്തോ ആലിമീങ്ങൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രബോധനത്തിന് വരുമ്പോൾ അവരെ ബാത്റൂം വരെ കഴിയിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ പള്ളി കമ്മിറ്റിക്കാർ കാണിക്കുന്നത്. ആണോ അല്ലയോ? കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയിൽ ഞാൻ പറയുകയാണ്, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ സംഭവിച്ച ഒരു കാര്യമാണ്. അതായത് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ എന്താണ് ഉസ്താദിനോ എല്ലാവരും ഇറങ്ങിപ്പോ 2-3 ആളുകളൊക്കെ ദിക്കറിനിരിക്കുമല്ലോ. അപ്പൊ ഈ ഫാൻ ഓഫ് ചെയ്യേണ്ട, അവര് ദിക്കറ് ചൊല്ലോ ഖുർആൻ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നുള്ള രീതിയിൽ പുള്ളി കുറച്ച് താമസിച്ചു. അതായത് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അപ്പൊ ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന പോലെ നിങ്ങൾക്ക് ഈ ഫാനൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഉസ്താദിന്റെ ശമ്പളക്കുറവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ടിരുന്ന ആ ഉസ്താദിനങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് ഷുഗർ, ഉച്ച സമയമാണ്, ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രായമായ ഒരു മനുഷ്യനല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയാൻ എന്നെ അർഹതയിരിക്കുന്നത് തിരിച്ചു ചോദിച്ചു. അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. എന്ത് അർഹതയിരിക്കുന്ന അവൻ ഈ ഉസ്താദിനോട് നിങ്ങൾക്ക് ഈ ഫാനൊക്കെ ഒന്ന് അണച്ചൂടെ എന്ന് ചോദിക്കാൻ? ഇവനേക്കാളും വലിയവനാണ് ആ ഉസ്താദ്. ഇവന്റെ അത്രയും പാണ്ഡിത്യം ഉണ്ടോടോ ഈ ഉസ്താദിന്? ഒന്ന് ചിന്തിക്കണം. അവൻ വലിയ കമ്മിറ്റിക്കാരൻ. എന്നിട്ട് കമ്മിറ്റിക്കാരൻ അതിന്റെ ഹുങ്ക് തീർക്കാനായിട്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വരുന്ന അതിഥികളോടാണ് ഇതേപോലത്തെ തെമ്മാടിത്തരം കാണിക്കുന്ന കമ്മിറ്റിക്കാര്. മനസ്സിലാക്കണം, ആ പള്ളിയിൽ, ആ കോട്ടയം ജില്ലയിലെ പ്രമുഖമായ വലിയ പള്ളിയിലെ ചെറിയ പള്ളിയിലേക്ക് പനിഷ്മെന്റ് പോലെ കൊടുത്തിരിക്കുകയാണ് കുറച്ചു നാൾ അവിടെ പോയി ബാങ്ക് വിളിക്കാൻ. എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിന്റെയൊക്കെ ആഖിറം, അന്ത്യം നന്നാകുമെന്ന് നീയൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതിഥികളോട് അനാദരവ് കാണിക്കുന്നവൻ കാഫിറാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ചിന്തിക്കണം, അവരെങ്ങനെയാണ് അതിഥികളായി വരുന്നത് ദീനി പ്രബോധനത്തിന് വേണ്ടി. അപ്പൊ അവർക്ക് മഹത്വം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ. ഈ ചില പള്ളികളിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി മുഅദ്ദിന്മാരെയും പാവപ്പെട്ട അസിസ്റ്റന്റ് ഇമാമിങ്ങളെയായിട്ട് ഉസ്താദുമാരെ വെക്കുമ്പോ ബാത്റൂം വരെ കഴിയിപ്പിക്കുന്നത് നീയൊക്കെ മുസ്ലിമാണോടാ, നീയൊക്കെ കാഫിറല്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസ്, അന്ത്യദിനത്തിലും അള്ളാഹുവിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തേ അവൻ അതിഥികൾ ആദരിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഇവനൊക്കെ ഇതുപോലത്തുള്ള തെമ്മാടിത്തരങ്ങള് പാവപ്പെട്ട ഉസ്താദുമാരോട് കാണിക്കുന്ന, ആലിമീങ്ങളോട് കാണിക്കുന്നത്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നിങ്ങൾ കാഫിറാണോ മുസ്ലിമാണോ എന്ന് ചിന്തിക്കേ. അവസാനത്തെ അന്ത്യം നന്നാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില വിവാഹ സദസ്സുകളിലൊക്കെ ഉസ്താദുമാരെ നിക്കാഹ് നടത്തി കഴിഞ്ഞ് വിളിക്കും. വന്നിട്ട് ഒരു ആദരവ് കാണിക്കാത്ത രീതിയിൽ അനാദരവ് മാത്രം കാണിച്ചുകൊണ്ട് ഇനി എവിടെയെങ്കിലും പോയിരുന്ന് കഴിയെന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്ന എത്ര ആളുകളുണ്ട്, മഹല്ല് നിവാസികളുണ്ട്. ചിന്തിക്കണം, അതിഥികളോട് മാന്യമായ രീതിയിൽ പെരുമാറാത്തവൻ അവൻ കാഫിർ തന്നെയാണ്. ചില ആലിമീങ്ങളെയൊക്കെ ഭവനത്തിലേക്ക് വിളിക്കും, എന്നിട്ട് എന്തേ ദുആ ചെയ്യിപ്പിച്ചിട്ട് ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ 50 രൂപ, 2 യാസീൻ ഓതുന്നതിന് 100 രൂപ, 1 യാസീൻ 50 രൂപ. ഞാനിത് ഇങ്ങനെ കൊടുക്കുന്നതിന് ഇത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് വാശി പിടിക്കുകയല്ല. കാരണം അതിഥികളെ സന്തോഷിപ്പിക്കലും സൽക്കരിക്കുന്നതിലും എന്താണ് ഒരു മഹത്വം പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണോ കാഫറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില ആളുകളൊക്കെ വെറും കളിയാക്കുന്ന രീതിയിൽ അവര് മറ്റ് ദുനിയാവിലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുവാണെങ്കിൽ കോടിക്കണക്കിന് സമ്പത്ത് മുടക്കത്തില്ലേ എന്ന വാപ്പാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഭവനത്തിലേക്ക് ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ കൈമടക്ക് കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് അതുപോലും കൊടുക്കൂല. ദുആ ചെയ്യിപ്പിച്ചിട്ട് അപ്പൊ ഉസ്താദെ കാണാന്ന് പറഞ്ഞ ഒറ്റ പറഞ്ഞങ്ങ് വിടുകയാ ചെയ്യുന്നത്. എടോ, സമ്പത്ത് കൊടുക്കണം എന്ന രീതിയിൽ വാശി പിടിച്ചുകൊണ്ട് പറയുകയല്ല.
ഉസ്താദുമാർക്ക് അത് കൊടുക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. കാരണം അതിഥികൾ വരുമ്പോൾ അവരെ ആദരിക്കലും അവരെ സന്തോഷിപ്പിച്ച് വിടുകയും ചെയ്യണം. ഇല്ലാത്ത പക്ഷം എന്താണ്? അപ്പൊ ചിലർ പറയും ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ എന്ന്. എടാ, നിന്റെ കടമയാണ് നിന്റെ വാപ്പാക്ക് വേണ്ടി നീ ഒരു കാരക്കെങ്കിലും കൊടുത്ത് സ്വർഗം മേടിച്ചു കൊടുക്കാനായിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിൽ ലുബ്ധത കാണിച്ചാൽ നീ എത്രമാത്രം പിശുക്കാ നീ കാണിക്കുന്നത്, എത്ര വലിയ പിശുക്കനാന്ന് നീ മനസ്സിലാക്കിക്കോ. ഇപ്പൊ തന്നെ ചില ആളുകൾ പറയും ഇന്ന ഉസ്താദ് ഇന്ന പ്രസംഗിച്ച് ഇത്രയും പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ. എടാ, ആ ഉസ്താദിന് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കൊടുക്കാതെ വന്നപ്പോഴാണ് ആ ഉസ്താദ് ചോദിച്ചു മേടിക്കേണ്ട ഒരു ഗതികേട് വന്നത്. മിഷ്കാത്തുൽ മസാബിഹിന്റെ അകത്തൊരു ഹദീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാര് ചോദിച്ചു മേടിക്കാനായിട്ട് വിസമ്മതിക്കുന്നതെന്നറിയുമോ? എന്താണെന്നറിയോ? വിശുദ്ധമായ മിഷ്കാത്തിന്റെ അകത്ത് ബാബുൽ ഫിത്തിന്റെ അകത്ത് ഒരു ഹദീസ് ഉണ്ട്. അതായത് ഖുർആൻ ഓതിയിട്ട് ഇന്ന സമ്പാദ്യം എനിക്ക് വേണമെന്ന് പറയുന്ന ആളെ നാളെ ആഖിറത്തിൽ വരുന്ന ഒരു കോലത്തെ കുറിച്ച് ആ ഹദീസിൽ പറയുന്നുണ്ട്. അവന്റെ മുഖത്ത് എല്ലുകളായിരിക്കും, ദശകൾ കാണൂല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവര് മിണ്ടാത്തത്. ഇനി ഒരു പക്ഷെ അവര് മിണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോണം, അതൊരു വലിയ ഗതികേട് കെട്ടിട്ടാണ്, ബുദ്ധിമുട്ടിയിട്ടാണ് അവര് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തിയതാര്? ജനങ്ങളെ നിങ്ങളല്ലേ, കമ്മറ്റിക്കാരെ നിങ്ങളല്ലേ. എന്നാൽ അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസും കൂടെ കേൾക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, നിങ്ങൾ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഉസ്താദുമാരോട് കാണിക്കുന്ന, ആലിമീങ്ങളോട് കാണിക്കുന്ന അനാദരവിന്റെ കാരണത്താൽ നിങ്ങൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് ചിന്തിക്കുക ഹൃദയംഗമായി. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്ന് പല പള്ളികളിലും ഉസ്താദുമാര് ഈ ദീനി ഹിദ്മത്ത് ചെയ്യാൻ വരുമ്പോൾ അവരുടെ ശമ്പളങ്ങൾ കേട്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ഇല്ലാത്ത പണികളെല്ലാം ശമ്പളത്തെക്കാൾ ഇരട്ടി ജോലി അവരെ ചെയ്യിപ്പിക്കും. പക്ഷേ വേണ്ട ശമ്പളം കൊടുക്കൂല. എന്നിട്ട് മുടക്ക് പറയും, ഇവിടെ എന്നാ സമ്പാദ്യ ഉസ്താദെ ഇരിക്കുന്നതെന്ന്. ഇങ്ങനെ മുടക്ക് പറയാൻ വേണ്ടിയിട്ടാണോ കമ്മിറ്റിക്കാരെ നിങ്ങളെ കമ്മിറ്റി ഭരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ചിന്തിക്കണം, ഇറങ്ങി പ്രവർത്തിക്കണോടോ. അല്ലെങ്കിൽ ഈ പണി വായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകണം. എന്നിട്ട് നല്ല ദീനി അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും ഭയക്കുന്ന നല്ല ആണുങ്ങളുടെ കയ്യിൽ ഇട്ടിട്ട് പിടിച്ചു കൊടുത്തിട്ട് പോകണം. അതാ ചെയ്യേണ്ടത്. മുടക്ക് പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ മുടക്ക് പറയുന്നത് എന്താണ്? അത് തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാ, കൊടുക്കാൻ മനസ്സില്ല. അതാണ് സംഭവം. കാരണം അതിന് ഒരു കരുണ ഹൃദയത്തിൽ വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നാം അതിഥികളുടെ മഹത്വം മനസ്സിലാക്കുക. അപ്പോ ഇനിയിപ്പോ നമ്മുടെ ഭവനത്തിലേക്ക് എന്താണ്? ഇനി ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യനാണ് അതിഥിയായിട്ട് കടന്നു വരുന്നത്. അംബാനി ആണെങ്കിലും യൂസുഫ് അലി ആണെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് അതിഥികളായിട്ട് വരുമ്പോൾ അവരെ സന്തോഷിപ്പിച്ചു വിടലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കൽ എന്താണ്? നമ്മുടെ മേൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവര് സമ്പന്നനല്ലേ, നമ്മുടെ ചിലപ്പോൾ 100 രൂപ അവർക്ക് ആവശ്യമില്ല. അവർക്ക് 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ ആ 100 രൂപ നമ്മൾ കൊടുത്തേ പറ്റൂ. മനസ്സിലായോ? അതാണ് അതിഥികളോട് കാണിക്കേണ്ട മര്യാദകള് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരോട് അനാദരവ് കാണിക്കുന്നത് അവൻ കാഫിറാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. കാഫിറിന്റെ അർത്ഥം എന്താ? നിഷേധി. അള്ളാഹുവിനെ അവന്റെ റസൂലിനെ അന്ത്യദിനത്തേക്ക് നിഷേധിക്കുന്നവനാണ്. അവൻ ആരാണ്? കാഫിറാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നീ ഭക്ഷിച്ചില്ലെങ്കിലും, നിന്റെ പൊന്നു മക്കൾ ഭക്ഷിച്ചില്ലെങ്കിലും, നിന്റെ ഭവനത്തിലേക്ക് വരുന്ന അതിഥികൾ വന്നാൽ അവർക്ക് ഭക്ഷണം നീ കൊടുക്കണം. അത് ജാതി മത ഭേദമന്യ നിന്റെ ശത്രുക്കളാണെങ്കിൽ പോലും നീ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്. അതിഥികളായിട്ട് നിന്റെ ശത്രുക്കൾ പോലും നിന്റെ മുമ്പിലേക്ക് വന്നാൽ എന്താണ്? അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. സഹോദരങ്ങളെ, അതല്ലേ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹം അതിഥിയാകാനായിട്ടുള്ള അതിഥിയാണ്, കാരണം ഈ നാട്ടിലുള്ള ആളല്ല എന്ന് മനസ്സിലാവുകയും അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സവിധത്തിരുന്ന ഒരാളെ തന്റെ ഭവനത്തിലേക്ക് അയച്ചിട്ട് പറയുകയാണ്, ഭവനത്തിൽ എന്തെങ്കിലും
ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അങ്ങനെ ആ സഹാബി കടന്നു ചെന്നിട്ട് തന്റെ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന്. ഭാര്യമാര് പറയുകയാണ്, പച്ചവെള്ളമല്ലാതെ ഇവിടെയൊന്നുമില്ല എന്ന് പറയുമ്പോ അത് വന്ന് അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആ സദസ്സിലിരുന്നു കൊണ്ട് പറയുകയാണ്, ഇന്നിവിടെ ഇദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കാൻ ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലിരുന്ന അൻസാരി വിഭാഗത്തിലുള്ള ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇദ്ദേഹത്തെ ഞാൻ അതിഥിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് തന്റെ ഭവനത്തിലേക്ക് പോകുമ്പോ ആ ഭവനത്തിൽ ചെന്ന് തന്റെ ഭാര്യയോട് പറയുകയാണ്, അള്ളാന്റെ റസൂലിന്റെ അതിഥിയാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ആ ഭാര്യ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് തന്റെ ഭർത്താവിനോട്, നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ സഹാബി പറഞ്ഞത് എന്താണെന്നറിയുമോ? നീ മക്കളെ നേരത്തെ കിടത്തി ഉറക്കുക, എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണം അത് ടേബിളിൽ വിളമ്പുക, എന്നിട്ട് എന്ത് ചെയ്യണം, നടുക്കൊരു മെഴുകുതിരി കത്തിക്കണം, എന്നിട്ട് എന്തേ അത് അതിഥി കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ, കഴിക്കാൻ തുടങ്ങുമ്പോൾ ആ മെഴുകുതിരി അങ്ങ് അണച്ചു കളയണമെന്ന് പറയുകയാ. അതേപോലെ ചെയ്തു. സഹോദരങ്ങളെ, അതിഥി വന്ന് ടേബിളിലിരുന്നു, എന്നിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവർ ആ മെഴുകുതിരി അണയ്ക്കുകയാണ്. കാലി പ്ലേറ്റുകളാണ് ആ വീട്ടുകാരുടെ മുമ്പിൽ ഇരുന്നത്. എന്നിട്ട് അവര് ഭക്ഷണം കഴിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവര് പ്രവർത്തിക്കുകയും ആ അതിഥി വിചാരിച്ചത് അവരും ഭക്ഷണം കഴിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ അതിഥി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനം പ്രഭാതമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്നലെ അങ്ങയുടെ സഹാബാക്കളിൽപ്പെട്ട ഒരു സഹാബി അതിഥികളെ സൽക്കരിച്ചത് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? അവന് സ്വർഗം കരസ്ഥമാക്കാനുള്ള ഒരു അമലും കൂടിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിഥി സൽക്കാരത്തിൽ നിങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ പിശുക്കു കാണിക്കരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില ആളുകളൊക്കെ ഉണ്ട്, കല്യാണങ്ങളിലൊക്കെ കല്യാണത്തിനൊക്കെ ആളുകളെ വിളിക്കും, വിവാഹത്തിനൊക്കെ ആളുകളെ വിളിക്കും, എന്നിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്ത ആളുകളുണ്ട്, പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കണം, എന്തേ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കാത്തവൻ ആരാണ്? അള്ളാഹു പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അവൻ മുസ്ലിം അല്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ നാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിഥി സൽക്കാരത്തിൽ നീ ജാഗ്രത കാണിക്കണമെന്നാണ്. ഇല്ല എങ്കിൽ നിന്നിൽ ഒരു നന്മയുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിഥികളെ സൽക്കരിക്കാത്തവൻ അവനിൽ യാതൊരു നന്മയുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്താൻ നമുക്ക് സാധിക്കും. എങ്ങനെ? അവന്റെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ. അവൻ നന്മയുള്ള മനുഷ്യനാണോ, അവൻ എങ്ങനെയുള്ള ആളാണ്, എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അതിഥി സൽക്കാരത്തിലൂടെ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ ഖൈറ ഫീമൻ ലാ യളീഫ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതിഥികളെ സൽക്കരിക്കാത്തവനില് യാതൊരു നന്മയുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അതിഥികളോടുണ്ടല്ലോ നല്ല രീതിയിൽ പെരുമാറാത്തവരെ, അവരോട് കടിശമായ രീതിയിൽ, അവരോട് മോശമായ രീതിയിൽ പെരുമാറുന്നവരെ, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഖിദ്മത്തുകളിലെ സൽക്കാരത്തിൽ പിശുക്ക് കാണിക്കുന്നവരെ നീ എത്രമാത്രം ഇബാദത്ത് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂലടാ. നീ വലിയ ഇബാദത്തുകാരനാണെന്ന് പറഞ്ഞാലും അതിൽ യാതൊരു അർത്ഥവുമില്ല. അവൻ കാഫിറാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അവൻ നിഷേധി തന്നെയാണെന്ന് മഹാനായ നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയൊക്കെ ഇബാദത്തുള്ളവനാണെങ്കിലും ഈ ഒരു പ്രവൃത്തിയിൽ അവൻ പരാജയപ്പെട്ടോ അവൻ നിഷേധിയാണ്, കാഫിറാണ്, അവൻ പരാജയപ്പെട്ടു പോയി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ അതിഥികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇസ്ലാമിൽ അതിഥികൾക്ക് ഇത്രയും മഹത്വവും ആനുകൂല്യങ്ങളും കൽപ്പിക്കുമ്പോൾ ഇതിനെ മുതലെടുക്കാൻ നോക്കരുത്. ഇത്രമാത്രം ആനുകൂല്യം അതിഥികൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുമ്പോൾ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അതിന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിഥി സൽക്കാരം എത്ര ദിവസമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേൾക്കണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതൊരുവനാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവോ അവൻ ഫൽയുക്രിം ലൈഫഹു, അവൻ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ജായിസതുഹു യൗമൻ വലൈല, ഒരു ആതിഥേയനിൽ നിന്ന് ഒരു അതിഥിക്ക് നൽകുന്ന സൽക്കാരമുണ്ടല്ലോ, ഒരു രാവും പകലുമുണ്ടല്ലോ, അത് സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂല് പറയുക, ഒരു രാവും പകലും നിങ്ങൾ അതിഥിയെ സൽക്കരിക്കുന്നത് അത് അവർക്കുള്ള സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ജായിസതുഹു, അത് അവർക്കുള്ള സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. മനസ്സിലായോ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വലിയാഫതു സലാസതു അയ്യാം, അതിഥി സൽക്കാരം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ 3 ദിവസം മാത്രമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസം കഴിഞ്ഞ് പിന്നെ ആതിഥേയനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതി അതിഥികൾ അവിടെ താങ്ങാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ അവരെ ആട്ടി ഓടിക്കണം എന്നല്ല പറയുന്നത്. അവിടെ നമ്മൾ ചെന്നിട്ട് ഒരു ഹിക്മതപരമായി അവരോട് ചോദിക്കണം, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഇന്ന് 3 ദിവസം ഇവിടെ കഴിഞ്ഞത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇനി അടുത്ത പ്ലാനിങ് എന്താണ്, ഇനി എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള രീതി ചോദിക്കണം. നമ്മൾ ഹിക്മത്പരമായിട്ട് ഒരു വെറുപ്പ് തോന്നാത്ത രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കണം, ചോദിക്കണം. എന്നിട്ട് അവരെന്താണോ പറയുന്നത്, അതായത് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പോകാനാണ് അവർ തീരുമാനിച്ചെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? അല്ലാതെ അവര് 3 ദിവസമായെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആട്ടി ഓടിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആട്ടി ഓടിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകും. അപ്പോ ആ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാനാണെങ്കിൽ അവർ നിൽക്കുമ്പോൾ 3 ദിവസമാണ് ഇസ്ലാമിൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി നീ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് എന്തിൽ പെടുമെന്നറിയോ? കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഫമാ ബഅദ ദാലിക ഫഹുവ സദഖ. അപ്പോൾ ഒരുവനുണ്ടല്ലോ തന്റെ അതിഥിയെ 3 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ചെയ്യുന്ന സൽക്കാരമുണ്ടല്ലോ, ആ ആതിഥേയന്റെ ഏടുകളിൽ അല്ലാഹു സദഖകളായിട്ട് രേഖപ്പെടുത്തുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ അതിഥികൾ നിന്റെ ഭവനത്തിൽ താമസിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ എന്താണ്? അത് നിന്റെ ഏടുകളിൽ ആതിഥേയന് എന്താണ്? നിന്റെ ഏടുകളിൽ, അതായത് സദഖയുടെ കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ചിലപ്പോൾ ഒരു അതിഥി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇല്ലാത്ത കാശൊക്കെ കൊണ്ടായിരിക്കും അവരെ നമ്മൾ സൽക്കരിക്കുന്നത്, അല്ലേ? ഇന്നത്തെ കാലം വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു മേഖല പോലെ ആയി മാറുകയാണ് നമ്മുടെ രാജ്യം. ഇപ്പം എല്ലാത്തിനും വില കൂടുതലും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞ ഒരു 3 ദിവസം തന്നെ പാടാണ് ഒരു അതിഥികൾ തന്നെ നമ്മുടെ ഭവനത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ്, അവരെ ആതിഥേയന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ എന്താണ് 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. അതാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വലാ യഹല്ലു ലഹു അയ്യതുമിയ ഇൻദഹു ഹത്താ യുഖ്രിജഹു. 3 ദിവസത്തിൽ കൂടുതൽ നാം ഒരിക്കലും ആതിഥേയനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അതിഥികൾ അവിടെ നിൽക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്നത്തെ കാലമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും മുസ്ലിം സമുദായമേ നമ്മൾ ഒരു ഭവനത്തിലേക്ക് അതിഥിയായിട്ട് ചെല്ലുമ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കരുത്. ആ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പതിയെ അവരോട് സലാം പറഞ്ഞ് ചെയ്തു തന്ന ഹിദ്മത്തുകൾക്കൊക്കെ അവർക്ക് വേണ്ടി ഒരു ദുആയൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് മാന്യത, അതാണ് ഒരു സംസ്കാരം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ഹിദായത്തിന് കാരണമാണ്. അതല്ലേ ഒരു മനുഷ്യൻ നാവ്, അതായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അതായത് പരിശുദ്ധമായ ദീൻ പറഞ്ഞതനുസരിച്ച് കൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ശരിക്കും ജീവിക്കുന്നതെങ്കിൽ അവനിലേക്ക് ജനങ്ങൾ ഓടി അടുക്കുന്നതാണ്. അവനിൽ നിന്ന് വിദൂരത്തേക്ക് പോകൂല, അടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ്, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ മനുഷ്യനെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഇതൊക്കെയാണ് സഹോദരങ്ങളെ ദീനിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു ഹിദായത്തിന് കാരണമാണ്. അതാണ് നാവ് കൊണ്ട് നീ മറ്റുള്ളവരെ ഹിദായത്തിലേക്ക് വിളിക്കുന്നതിനേക്കാൾ അഫ്ളൽ, ശ്രേഷ്ഠത നിന്റെ ജീവിതം കണ്ടുകൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് കടന്നു വരലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ചിന്തിക്കുക, ഇന്ന് മുസ്ലിം സമുദായം ഇന്ന് ഈ ദീൻ പറഞ്ഞതനുസരിച്ച് കൊണ്ടാണോ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ദീൻ പഠിക്കുന്നതിൽ ഇന്ന് എന്താണ് ഒരു താല്പര്യം കാണിക്കാത്തവരാണ് നമ്മുടെ ഈ കൗമീങ്ങൾ, പകുതി മുക്കാലും ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലും പല അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. പല ആളുകളും പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദീൻ പറയാത്ത കാര്യങ്ങൾ, ദീനിനെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവരുടെ നാവിലേക്ക് കടന്നു വരുന്നത്. അതിനെന്ത് ചെയ്യണം? ദീൻ പഠിക്കണോടോ, ഇൽമ പഠിക്കണം. എന്താ ദീൻ പറഞ്ഞത്, എന്താ ദീൻ എങ്ങനാ നിങ്ങളോട് ജീവിക്കാൻ കൽപ്പിച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ അതിഥികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇസ്ലാമിൽ അതിഥികൾക്ക് ഇത്രയും മഹത്വവും ആനുകൂല്യങ്ങളും കൽപ്പിക്കുമ്പോൾ ഇതിന് മുതലെടുക്കാൻ നോക്കരുത്. ഇത്രമാത്രം ആനുകൂല്യം അതിഥികൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുമ്പോൾ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അതിന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിഥി സൽക്കാരം എത്ര ദിവസമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേൾക്കണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏതൊരുവനാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവോ അവൻ ഫൽയുക്രിം ലൈഫഹു, അവൻ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ജായിസതുഹു യൗമൻ വലൈല. ഒരു ആതിഥേയനിൽ നിന്ന് ഒരു അതിഥിക്ക് നൽകുന്ന സൽക്കാരമുണ്ടല്ലോ, ഒരു രാവും പകലുമുണ്ടല്ലോ, അത് സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ പറയുക, ഒരു രാവും പകലും നിങ്ങൾ അതിഥിയെ സൽക്കരിക്കുന്നത് അത് അവർക്കുള്ള സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ജായിസതുഹു, അത് അവർക്കുള്ള സമ്മാനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. മനസ്സിലായോ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വലിയാഫതു സലാസതു അയ്യാം. അതിഥി സൽക്കാരം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ 3 ദിവസം മാത്രമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസം കഴിഞ്ഞ് പിന്നെ ആതിഥേയനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതി അതിഥികൾ അവിടെ താങ്ങാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. അപ്പോ ഒരു 3 ദിവസം കഴിയുമ്പോൾ അവരെ ആട്ടി ഓടിക്കണം എന്നല്ല പറയുന്നത്. അവിടെ നമ്മൾ ചെന്നിട്ട് ഒരു ഹിക്മതപരമായി അവരോട് ചോദിക്കണം, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ജീവി, 3 ദിവസം ഇവിടെ കഴിഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇനി അടുത്ത പ്ലാനിങ് എന്താണ്, ഇനി എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള രീതി ചോദിക്കണം. നമ്മൾ ഹിക്മത്പരമായിട്ട് ഒരു വെറുപ്പ് തോന്നാത്ത രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കണം, ചോദിക്കണം. എന്നിട്ട് അവരെന്താണോ പറയുന്നത്, അതായത് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പോകാനാണ് അവർ തീരുമാനിച്ചെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? അല്ലാതെ അവര് 3 ദിവസമായെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആട്ടി ഓടിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആട്ടി ഓടിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകും. അപ്പോ ആ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാനാണെങ്കിൽ അവർ നിൽക്കുമ്പോ 3 ദിവസമാണ് ഇസ്ലാമിൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി നീ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് എന്തിൽ പെടുമെന്നറിയോ? കേട്ടോ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഫമാ ബഅദ ദാലിക ഫഹുവ സദഖ. അപ്പോൾ ഒരുവനുണ്ടല്ലോ തന്റെ അതിഥിയെ 3 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ചെയ്യുന്ന സൽക്കാരമുണ്ടല്ലോ, ആ ആതിഥേയന്റെ ഏടുകളിൽ അല്ലാഹു സദഖകളായിട്ട് രേഖപ്പെടുത്തുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ അതിഥികൾ നിന്റെ ഭവനത്തിൽ താമസിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ എന്താണ്? അത് നിന്റെ ഏടുകളിൽ ആതിഥേയന് എന്താണ്? നിന്റെ ഏടുകളിൽ, അതായത് സദഖയുടെ കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ചിലപ്പോൾ ഒരു അതിഥി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇല്ലാത്ത കാശൊക്കെ കൊണ്ടായിരിക്കും അവരെ നമ്മൾ സൽക്കരിക്കുന്നത്, അല്ലേ? ഇന്നത്തെ കാലം വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു മേഖല പോലെ ആയി മാറുകയാണ് നമ്മുടെ രാജ്യം. ഇപ്പം എല്ലാത്തിനും വില കൂടുതലും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞ ഒരു 3 ദിവസം തന്നെ പാടാണ് ഒരു അതിഥികൾ തന്നെ നമ്മുടെ ഭവനത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ്, അവരെ ആതിഥേയന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. അതാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വലാ യഹില്ലു ലഹു അയ്യതുമിയ ഇൻദഹു ഹത്താ യുഖ്രിജഹു. 3 ദിവസത്തിൽ കൂടുതൽ നാം ഒരിക്കലും ആതിഥേയനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അതിഥികൾ അവിടെ നിൽക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്നത്തെ കാലമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും മുസ്ലിം സമുദായമേ നമ്മൾ ഒരു ഭവനത്തിലേക്ക് അതിഥിയായിട്ട് ചെല്ലുമ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കരുത്.
ആ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പതിയെ അവരോട് സലാം പറഞ്ഞ് ചെയ്തു തന്ന ഹിദ്മത്തുകൾക്കൊക്കെ അവർക്ക് വേണ്ടി ഒരു ദുആയൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് മാന്യത, അതാണ് ഒരു സംസ്കാരം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ഹിദായത്തിന് കാരണമാണ്. അതല്ലേ ഒരു മനുഷ്യൻ നാവ്, അതായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അതായത് പരിശുദ്ധമായ ദീൻ പറഞ്ഞതനുസരിച്ച് കൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ശരിക്കും ജീവിക്കുന്നതെങ്കിൽ അവനിലേക്ക് ജനങ്ങൾ ഓടി അടുക്കുന്നതാണ്, അവനിൽ നിന്ന് വിദൂരത്തേക്ക് പോകൂല, അടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ്, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ മനുഷ്യനെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഇതൊക്കെയാണ് സഹോദരങ്ങളെ ദീനിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു ഹിദായത്തിന് കാരണമാണ്. അതാണ് നാവ് കൊണ്ട് നീ മറ്റുള്ളവരെ ഹിദായത്തിലേക്ക് വിളിക്കുന്നതിനേക്കാൾ അഫ്ളൽ, ശ്രേഷ്ഠത നിന്റെ ജീവിതം കണ്ടുകൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് കടന്നു വരലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ചിന്തിക്കുക, ഇന്ന് മുസ്ലിം സമുദായം ഇന്ന് ഈ ദീൻ പറഞ്ഞതനുസരിച്ച് കൊണ്ടാണോ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ദീൻ പഠിക്കുന്നതിൽ ഇന്ന് എന്താണ് ഒരു താല്പര്യം കാണിക്കാത്തവരാണ് നമ്മുടെ ഈ കൗമിങ്ങൾ, പകുതി മുക്കാലും ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലും പല അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. പല ആളുകളും പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദീൻ പറയാത്ത കാര്യങ്ങൾ, ദീനിനെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവരുടെ നാവിലേക്ക് കടന്നു വരുന്നത്. അതിനെന്ത് ചെയ്യണം? ദീൻ പഠിക്കണോടോ, ഇൽമ പഠിക്കണം. എന്താ ദീൻ പറഞ്ഞത്, എന്താ ദീൻ എങ്ങനാ നിങ്ങളോട് ജീവിക്കാൻ കൽപ്പിച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് പറയട്ടെ, അതായത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഥി സൽക്കാരത്തിന്റെ മാന്യത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിഥികളോട് എങ്ങനെ പെരുമാറണമെന്ന്. അതൊരു പ്രവാചകന്റെ സവിശേഷ ഗുണങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ആ പ്രവാചകൻ അതിഥികളെ മാനിക്കുന്നവരായിരുന്നു, അതിഥികളെ സ്നേഹിക്കുന്നവരായിരുന്നു. അതിഥി സൽക്കാരത്തിൽ സന്തോഷം കാണുന്ന ഒരു പ്രവാചകൻ, അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ ജാഗ്രത കാണിച്ച ഒരു പ്രവാചകനുണ്ട്. ആരാന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ പ്രവാചകൻ ആരാണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ആദർശത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർത്തമാനം, ആ വാർത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിഥികളെ അദ്ദേഹം സൽക്കരിച്ച ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൽക്കരിച്ച രീതി എങ്ങനെയാണെന്ന് ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് വിശുദ്ധമായ ഖുർആനിലെ 4 ആയത്തുകളുണ്ട്. ഈ 4 ആയത്തിലൂടെ അതിഥികളെ എങ്ങനെ സൽക്കരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. കേട്ടോ, ഖുർആനിൽ ഏതെങ്കിലും ഒരു നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ പറയുന്നതെന്ന് ചോദിക്കുന്ന മൈത്രീനെ പോലുള്ളവർക്കൊക്കെ ഒരു ഗുണപാഠമാണിത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراء إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, ഹല്ലതാക ഹദീസ് ലൈഫ് ഇബ്രാഹിമൽ മുകറമീൻ. നബിയെ, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ആദരിക്കപ്പെട്ടതായ മാന്യമായ മഹാനായ ഇബ്രാഹിം നബിയുടെ അതിഥിയുടെ വർത്തമാനം അങ്ങേക്ക് ലഭിച്ചോ നബിയേ എന്ന് ചോദിച്ചതിന് ശേഷമുണ്ടല്ലോ പ്രിയമുള്ളവരെ, ആ സംഭവങ്ങൾ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിച്ചു കൊടുക്കുകയാ. എന്താണെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു വിഭാഗം മലക്കുകളുണ്ടല്ലോ അതിഥികളായി കടന്നു വരികയാ. അവര് അതിഥികളല്ലായിരുന്നു, അതിഥികളായിട്ട് തോന്നിയതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. അങ്ങനെയുണ്ടല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു ജ്ഞാനിയായ ഒരു മകനെയുണ്ടല്ലോ ജീവിതത്തിലേക്ക് അള്ളാഹു സമ്മാനിക്കുന്നു എന്ന സന്തോഷ വാർത്തയുണ്ടല്ലോ അറിയിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം മലക്കുകളുണ്ടല്ലോ മനുഷ്യരൂപത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതാ. അങ്ങനെ അവര് കടന്നു വരികയാണ്. ഇത് ദഖലു അലൈഹി ഫഖാലു സലാമാ. അതായത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് അവര് കടന്നു വന്നിട്ട് ഫഖാലു സലാമാ, ഫഖാലു സലാമൻ, അവരോട് സലാം പറയുകയാണ്. അതായത് അവര് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സലാം പറയുകയാ. കാലയുണ്ടല്ലോ, അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് സലാം അടക്കുകയാണ്. ഖൗമുൻ മുൻകറൂൻ, ഇത് അപരിചിതരായ ആളുകളാണല്ലോ എന്ന് പെട്ടെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ. അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, നേരെയുണ്ടല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടുകയാ. എന്നിട്ടുണ്ടല്ലോ നല്ല തടിച്ച ഒരു കാളക്കുട്ടിയെ ഉണ്ടല്ലോ, തടിച്ച ഒരു പശുക്കുട്ടിയെ വേവിച്ചുകൊണ്ട് തിരികെ വരികയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് അതിഥികളായി വന്നിരിക്കുന്ന ആ മലക്കുകളുടെ മുമ്പിലേക്ക് ഫഖറബഹു, അതിഥികളുടെ മുമ്പിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭക്ഷണത്തിലേക്കുണ്ടല്ലോ അവിടുന്ന് അടുപ്പിക്കുകയാ. ഇലൈഹിം, അവരിലേക്ക് അടുപ്പിക്കുകയാ. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറയുകയാ, അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മലക്കുകളോട് ചോദിക്കുകയാ. അപ്പൊ അവരതിൽ കുറച്ച് വിസമ്മതിച്ചു. അപ്പൊ പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു ചെറിയൊരു തോന്നൽ, ഇവര് മനുഷ്യരല്ല മലക്കുകളാണ് എന്ന് പിടുത്തം കിട്ടി. അപ്പൊ നിങ്ങൾ അപ്പൊ പെട്ടെന്ന് ആ ഭക്ഷണം ഇങ്ങനെ തളികെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങള് മലക്കുകളാണ്. അങ്ങക്ക് ഒരു ജ്ഞാനിയായ ഒരു മകനെ അള്ളാഹു നൽകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് നബിയെ എന്ന് പറഞ്ഞു. മനുഷ്യരൂപം എടുത്ത് വന്ന മലക്കുകളായിരുന്നു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തെറ്റിദ്ധരിച്ചു പോയതാണ്. ആ വർത്തമാനം വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. ഈ 4 ആയത്തിലൂടെ സഹോദരങ്ങൾ അതിഥികളെ എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിഥികൾ ആതിഥേയനോടും ആ വീട്ടുകാരോട് കാണിക്കേണ്ട ഒരു മര്യാദയും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഭവനത്തിലേക്ക് നമ്മൾ അതിഥിയായി കടന്നു ചെല്ലുമ്പോൾ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് സലാം പറയണം അവരോട്.
മനസ്സിലായോ? എന്നിട്ട് ആ ഭവനത്തിൽ നിന്നുള്ളിലുള്ള ഒരാള് ഇറങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ അകത്തേക്ക് കടക്കണം. അപ്പൊ ആ ഇറങ്ങി വരുന്ന ആതിഥേയൻ അതിഥികൾക്ക് സലാം അടക്കണം. എന്നിട്ട് അവരെ നല്ല രീതിയിൽ സന്തോഷപൂർവ്വം അവരെ ഭവനത്തിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയിട്ട് വിശേഷണങ്ങളൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പ്രാധാന്യം എന്താണെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ചെയ്തത് എന്താണ്? നേരെ തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടിയിട്ട് അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരികയാണ്. ചില അതിഥികൾ വന്നിട്ട് പറയാം, അല്ല ഞങ്ങൾ കഴിച്ചായിരുന്നു, ഒന്നും എടുക്കണ്ട, ഒന്നും എടുക്കാം. അങ്ങനെയല്ല. നിന്റെ ഭവനത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അത് ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി, ഏത് മതക്കാരനും, മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ആര് വന്നാലും നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ശത്രുക്കൾ പോലും വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം നീ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ നീ അവരെ മടക്കി അയക്കരുതെന്ന് വിശുദ്ധമായ ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവര് നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ അവര് കഴിച്ചു എന്നൊക്കെ അവര് പറയും. പക്ഷെ അങ്ങനെയല്ല, നേരെ ഭക്ഷണം എടുത്ത് വെള്ളമെടുത്ത് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഭക്ഷണം കഴിച്ച് അവരുടെ ക്ഷീണം മാറിയെന്ന് തോന്നിയതിന് ശേഷം എന്ത് ചെയ്യണം? മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ അവരോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന്, അവർ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കണം സഹോദരങ്ങളെ, എന്താണെന്നറിയോ? എന്നിട്ട് അവരുടെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവരുടെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കണം. എന്തുണ്ട് വിശേഷം, എന്താണ് നിങ്ങൾ വന്നത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരെന്തിനാണ് വന്നത്, എന്താണ് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ ചോദിച്ച് അവിടെ നിങ്ങൾ സംസാരം തുടങ്ങുക. അല്ലാതെ വന്നുടനെ എന്താ അങ്ങനെ ഇങ്ങനെ, അങ്ങനെയല്ല. അവർക്ക് ക്ഷീണം മാറുന്ന രീതിയിൽ അവർ വിശ്രമിച്ചൊക്കെ കഴിയുമ്പോഴേ എന്ത് ചെയ്യാവുള്ളൂ, നമ്മൾ അവരോട് സംസാരിക്കാവുള്ളൂ. ഇത് വലിയൊരു സൈക്കോളജിയും കൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഒരു ദൂരത്തു നിന്ന് വരുന്ന ഒരു മനുഷ്യന് അവൻ ചിലപ്പോൾ ശാരീരികമായ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ കാണും. അവർക്ക് ഒന്ന് ഇച്ചിരി വിശ്രമിച്ചതിന് ശേഷം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ആ സംസാരം തന്നെ ചിലപ്പോൾ ശരിയാവുകയുള്ളൂ. ചില ആളുകളുണ്ട് ശരീരത്തിൽ ഉറക്ക ക്ഷീണമൊക്കെ നിന്ന് കഴിഞ്ഞാലും സംസാരിക്കാൻ ഭയങ്കര സംസാരിക്കുമ്പോൾ കുഴന്നിങ്ങനെ ഇരിക്കും. പിന്നെ സംസാരിക്കുന്നത് എന്താണ്, അവർ ഉദ്ദേശിക്കുന്ന കാര്യം അവരുടെ നാവിൽ നിന്ന് വരാത്തൊരവസ്ഥ വരും. ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത്. ആഴത്തിൽ നമ്മൾ ചിന്തിച്ചിറങ്ങണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതുപോലുള്ള മാനവികതയാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് ചില ആളുകൾ പറയുന്നത്, ഈ പരിശുദ്ധമായ ദീനിന്റെ അകത്തുള്ള ആളുകൾ തന്നെ ഈ ഈ മദ്രസയെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ ദേഷ്യം വരുവാണ്. ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുത്തി പറഞ്ഞല്ലേ, നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ദീൻ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണോ? ഇതുപോലുള്ള മാനവികതയായിട്ടുള്ള കാര്യങ്ങളാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ ദേഷ്യം വരുമോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ദീൻ പഠിപ്പിക്കുന്നത് എന്താണ്? മദ്രസ പഠിപ്പിക്കുന്നത് എന്താണ്? വ്യഭിചരിക്കല്ലേ, കള്ളുകുടിക്കല്ലേ, പലിശ വാങ്ങല്ലേ, മറ്റുള്ളവരെ വേദനിപ്പിക്കല്ലേ, സമൂഹത്തോടെ നിങ്ങൾ അക്രമം കാണിക്കരുതേ, ആരെയും നിങ്ങൾ കൊല്ലരുതേ, കൊലപാതകം നടത്തരുതേ. ഇതൊക്കെയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം തോന്നുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അത് നിന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ അധികരിച്ചുകൊണ്ട് നിന്റെ ഹൃദയം കസാബത്തുൽ ഖൽബായി പോയി, ഹൃദയം കടുത്തുപോയി, ഞങ്ങൾ ഉത്തരവാദിയല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധമായ ദീനിന്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ പുറത്തല്ല, അകങ്ങളിലാണ്. ഇന്ന് എത്രയോ പേരാണ് എക്സ് മുസ്ലിമീങ്ങളായിട്ട് ഇറങ്ങുന്ന പരിശുദ്ധമായ ദീനിനെ കരിവാരിത്തേക്കാൻ ദീനിന്റെ അകത്തുള്ള ആളുകൾ തന്നെയല്ല ഇന്ന് ഇറങ്ങുന്നത്. അള്ളാഹു നമ്മുടെക്കൊക്കെ പൈശാചികമായിട്ടുള്ള ചിന്തയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ മദ്രസകൾ നമ്മൾ മുതിർന്ന കുട്ടികളെയും കൂടെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ ഈ UKG തൊട്ട് 1ാം ക്ലാസ് വരെയാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്.
പല കുട്ടികൾ പിന്നെ 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പല കുട്ടികളും 15 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും എന്താണ് പിന്നെ ആൺകുട്ടികൾ പഠിക്കാൻ വന്നു എന്നുള്ള രീതിയുള്ളൂ. പക്ഷെ പെൺകുട്ടികൾ പിന്നെ പ്രായപൂർത്തിയാകുന്ന ആ സന്ദർഭമൊക്കെ വരുമ്പോൾ പകുതി മുക്കാലും മദ്രസകളിൽ ഇന്ന് പെൺകുട്ടികൾ പോവുകയാണ്. പിന്നീട് അവർക്ക് കിട്ടുന്ന അറിവുകൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. കാരണം ആ മാതാപിതാക്കളും കുറച്ച് മദ്രസയിൽ പോയിട്ടുള്ളായിരിക്കും. പിന്നെ അവരൊക്കെ ഇങ്ങനെ ഒന്നും പഠിക്കാതെ ഭൗതികമായ പഠിത്തത്തിലേക്ക് പോകും. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അവർ മറന്നു വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ, കാരണം ചെറുപ്രായത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവര് എന്താണ് കുഞ്ഞു പ്രായമാണ്, അവർക്ക് കളിക്കണമെന്നുള്ള ചിന്തയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളും അവരുടെ തലയിലൊന്നും വലുതായിട്ട് കയറത്തില്ല. പക്ഷെ ബുദ്ധി ഉറച്ചതിന് ശേഷമാണ് സത്യത്തില് മദ്രസയില് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ മദ്രസയെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ബുദ്ധി ഉറയ്ക്കുന്ന ഒരു പ്രായമാണ് 15 വയസ്സ്. ആ 15 വയസ്സ് കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ മദ്രസ പഠിപ്പിക്കേണ്ട ഒരു സംവിധാനങ്ങൾ നമ്മുടെ മദ്രസകളിൽ കൊണ്ടുവരണം. ഇന്ന് പല മാതാപിതാക്കളും വിചാരിച്ചിരിക്കുന്നത് 15 വയസ്സായി ഇത്രയൊക്കെ ഓതി ഇനിയിപ്പം മതിയെന്ന. പക്ഷെ അല്ല, അത് കഴിയുമ്പോഴാണ് സത്യത്തിൽ ബുദ്ധി ഉറച്ചു കഴിയുന്ന പ്രായം. ആ ബുദ്ധി ഉറയ്ക്കുന്നത് ഒരു മനുഷ്യന് 25 വയസ്സാകുമ്പോഴേ ഉള്ളൂ. പഠനങ്ങൾ പോലും പറയുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കണം. പക്ഷെ 15 വയസ്സാകുമ്പോ എന്താണ്, ഒരു മനുഷ്യൻ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ഒരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്ത വരുന്ന പ്രായത്തിലാണ് നമ്മൾ മദ്രസ പഠിപ്പിക്കേണ്ടത്. അപ്പോഴാണ് എന്താണ് മദ്രസയുടെ മൂല്യം, മദ്രസ പഠനത്തിന്റെ മൂല്യം എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇങ്ങനെയൊക്കെ മക്കള് നമ്മുടെ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്താണ്? ഇന്ന് മദ്രസയെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾ പോലും ആ മക്കളിൽ എന്താണ് അത് പഠിച്ച കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഉദാഹരണം, മദ്രസയിൽ പഠിപ്പിക്കുന്ന അന്യ ആണുങ്ങളുടെ മുമ്പിൽ നീ തലമറയ്ക്കണം, ഔറത്ത് മറയ്ക്കണം. ഇന്ന് ഫംഗ്ഷൻ കല്യാണങ്ങളൊക്കെ വരുന്നു. ആ ഫംഗ്ഷനും കല്യാണമൊക്കെ വരുമ്പോ ഇന്ന് എത്രയോ കുട്ടികളാണ് എൻ്റെ കുഞ്ഞ് ചെറുതാണ് ശരി, ചെറുപ്പം തൊട്ട് ശീലിപ്പിക്കുന്നതാണ് വലുതാകുമ്പോഴും അവരെ ശീലിക്കാൻ കാരണം. 8 വയസ്സ് മുതലുള്ള 15 വയസ്സ് വരെ ഈ പ്രായത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് 40 വയസ്സ് കഴിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരാൻ കൂടുതൽ പരിശ്രമിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികൾ തലേ തുണി ഇടാത്തതിന് വിഷയമല്ല ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ഇച്ചിരി മദ്രസയിലൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടികളുണ്ടല്ലോ, ആ പ്രായമൊക്കെ എത്തുമ്പോൾ അവരെ വെളിയിൽ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും, നിങ്ങൾ ഫംഗ്ഷന് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും, കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും, വിവാഹ ചടങ്ങുകൾക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അവരെ അവരുടെ ഔറത്തുകളെല്ലാം മറച്ച് പഠിപ്പിക്കണം. നിങ്ങൾ മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. പക്ഷെ ഇന്ന് എത്ര 15 വയസ്സ് ആയിട്ട് 15 വയസ്സ് കഴിഞ്ഞ മക്കൾ പോലും ഇന്ന് ചില ഫംഗ്ഷനുകൾക്ക് വെളിയിൽ പോകുമ്പോൾ അന്യ ആണുങ്ങളുടെ മുമ്പിൽ തലമറയ്ക്കാതെ പോകുന്ന ആ മക്കളെ നോക്കിയിട്ട് മാതാപിതാക്കൾ പറയാറുണ്ടോ, ഇടി നീ ഇൽമ പഠിച്ചവളാണ്, നീ മദ്രസയെ പഠിച്ചതല്ലേ, തലേ തുണിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന്, നീ ഇതെന്തേ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാതെ വരുന്നത് കൊണ്ടാണ് പിൻകാലത്ത് ഭൗതികമായ പഠിത്തങ്ങളിലേക്ക് മാത്രം പോകുമ്പോൾ ആത്മീയതയില്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ മക്കൾ വഴിതെറ്റി പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതാണ് പറഞ്ഞത്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വല്ലകും ഫഖ്ദറൂഹു വഇൻ തഅഫു വതസ്ഫഉ വതഅഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർച്ചയായും മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, നിങ്ങളുടെ ഇണകളിലും മക്കളും എല്ലാം നിങ്ങൾക്ക് നാളെ ശത്രുതയുണ്ടായേക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ശത്രുതയുണ്ടാകുന്നത്? ദീൻ കൊടുക്കുന്നില്ല. ആത്മീയ വിദ്യാഭ്യാസത്തെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തി. ആ ഒരൊറ്റ കാരണത്താൽ, ദീൻ കൊടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ മക്കള് വഴിതെറ്റിപ്പോയി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.